ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വ്ളോഗ്. അപ്പോൾ ഞാനും ഇന്ന് എൻ്റെ റൂംമേറ്റ്സൊക്കെ ആയിട്ട് ഒരു കാസിൽ കാണാൻ പോവാണ്. ഇപ്പോൾ ഏകദേശം സമയം 10 മണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോകാനായിട്ട്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ ട്രാവലുണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് പോയിട്ട് കാണാം. അങ്ങനെ എല്ലാവരും റെഡി ആയിട്ട് വന്നപ്പോഴേക്കും കുറച്ച് ലേറ്റായി പോയി. അപ്പോൾ ഇന്ന് നമ്മുടെ റിച്ചാർഡ് ബ്രോനെ പുതിയ വീട്ടിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ കൊണ്ടുപോവാണ്. ആളിതാ പെട്ടിയും കാര്യങ്ങളൊക്കെ പിടിച്ചേക്കുന്നുണ്ട്. റിച്ചാർഡ് ബ്രോ നമ്മുടെ വീട്ടിലേക്ക് 1 മാസത്തേക്ക് സബ്ലറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അണ്ണൻ്റെ ലഗേജും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എൻ്റെ പുതിയ വീട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ ബസ് ഇതാ വന്നു. നമ്മൾ ജർമ്മനിയിൽ വന്നിട്ട് പുതുതായിട്ട് ഒരു റൂം അപ്പാർട്ട്മെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കോൺട്രാക്ട് ചെയ്തേണ്ടി വരും. 2 രീതിയിലുള്ള കോൺട്രാക്റ്റുകളാണ് ഉള്ളത്. അൺലിമിറ്റഡ് റെൻ്റൽ കോൺട്രാക്റ്റും ഫിക്സഡ് ടൈം റെൻ്റൽ കോൺട്രാക്റ്റും. അൺലിമിറ്റഡ് റെൻ്റൽ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു ഫിക്സഡ് ഡേറ്റ് ഉണ്ടാവില്ല. ലാൻഡ് ലോഡ് പറയുന്ന റെൻറ്റും റൂൾസും അനുസരിച്ച് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഈ ഒരു കോൺട്രാക്റ്റിനകത്ത് നമുക്ക് അവിടെ താമസിക്കാം. അതുപോലെ തന്നെ ഈ ഒരു കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 മാസം മുന്നേ ലാൻഡ് ലോഡിനോട് അറിയിച്ചിട്ട് നമുക്ക് കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അതുപോലെ ഫിക്സഡ് ടൈം റെൻ്റൽ കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ അതിനൊരു സ്റ്റാർട്ടിംഗ് ഡേറ്റും എൻഡിങ് ഡേറ്റും ഉണ്ടാവും. കമ്പാരിറ്റീവ്ലി 6 months to 12 months ഡ്യൂറേഷനിലാണ് ഈ ഒരു കോൺട്രാക്റ്റ് നമ്മൾ സൈൻ ചെയ്യുന്നത്. മോസ്റ്റ്ലി സ്റ്റുഡൻസും അതുപോലെ ടെമ്പററി വർക്കേഴ്സൊക്കെയാണ് ഈ ഒരു കോൺട്രാക്ട് പ്രിഫർ ചെയ്യാറുള്ളത്. സോ ഗൈസ്, നമ്മളിപ്പോൾ റിച്ചാർഡ് ബ്രോയുടെ വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ ഹോപ്പാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ റിച്ചാർഡ് അണ്ണൻ്റെ വീട്ടിൽ ചെന്ന് സാധനങ്ങളും ലഗേജ് വെച്ചതിന് ശേഷം നമ്മളിപ്പോൾ തിരിച്ച് ഹോപ്പാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇടയ്ക്കയിൽ കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഷോപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മളിനി നമ്മുടെ അടുത്ത ട്രെയിൻ കയറാൻ പോകുന്നത് ഷെറിലേക്കുള്ളത്. ഏകദേശം 1.5 hour ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ലൊരു തിരക്കുള്ളൊരു ദിവസമാണ്. ഇവിടെ ഇന്ന് പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ട് എല്ലാ സ്ഥലത്തും കടകളും കാര്യങ്ങളൊന്നും ഓപ്പൺ ആയിരിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള മെയിൻ സിറ്റീസിൽ മാത്രമാണ് നമുക്ക് ഷോപ്പിംഗ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ടാവും. ഇവിടെ ഹാംബർഗിൽ നമ്മൾ സെൻട്രൽ സ്റ്റേഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നിരത്തി പിടിച്ച് കുറേ സൈക്കിൾസ് ഇരിക്കുന്നുണ്ട്. നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇത് റൈഡ് ചെയ്യാൻ പോവാം. ഇഷ്ടംപോലെ സൈക്കിൾസ് ഉണ്ട്. ഇവരെല്ലാവരും ഇങ്ങനെ ഓരോ സൈക്കിളിനും ഓരോ പേര് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ തൊട്ട് ബാക്കിൽ വന്ന ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സൈക്കിൾ അൺലോക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. The cycle is provided by the government, like state like Hamburg, to reduce the usage of the buses and trains here. So because it is normally a little bit so crowded here because the population is a little bit more, so the government provides the cycle to use the cycle so that they don't use the trams and buses for 1 or 2 stops. Okay. So still we can take it the prices for 30 minutes and 30 minutes is for free, and then you can still put this vehicle like you can first you need to like register it, take the cycle. After 30 minutes you can log out, and then if you re-log in you are getting again 30 minutes for free. So that is how the people do here. They drive for 30 minutes, they log out and then again re-log in so that they can go for more kilometers for free. ഒറ്റൊരാൾ എടുത്താൽ മതി, 2 ആൾക്കാർക്ക് അൺലോക്ക് ചെയ്യാം, 2 സൈക്കിൾ അൺലോക്ക് ചെയ്യാം.
പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത് ഇതേപോലത്തെ ഒരു സ്റ്റേഷനിൽ കൊണ്ട് മാത്രമേ പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്യാൻ പറ്റില്ല. അതിനകത്ത് നമുക്ക് ഫോണിൽ ആ സീനാണ്. അതുകൊണ്ട് പിന്നെ ഇതെടുക്കുക, അടുത്ത് നമ്മുടെ ഫോണിൽ തന്നെ നോക്കുക, നമുക്ക് അതിനകത്ത് ലൊക്കേഷൻ കാണിക്കും ഏതാണ് അടുത്ത പാർക്കിംഗ് സ്റ്റേഷൻ, അവിടെ പോയി പാർക്ക് ചെയ്യുക. അതാണ് എൻ്റെ മെയിൻ. DB എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ത്രൂ തന്നെയാണോ വർക്ക് ചെയ്യുന്നത്? അല്ല, ഇതിൽ സ്റ്റാർ റൈഡ് എന്ന് പറഞ്ഞ ഒരു വേറൊരു ആപ്ലിക്കേഷൻ, സ്റ്റാർ റൈഡ് ഹാമ്പർ HVV. സോ ഗൈസ്, അറ്റ് ലാസ്റ്റ് നമ്മളിപ്പോൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. നമുക്ക് പോകേണ്ട ട്രെയിൻ ഏകദേശം വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഇനി ഇവിടുന്ന് നേരെ ഒരു 1.5 hours നമ്മൾ ഇവിടുന്ന് ട്രാവൽ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പോകുന്നതായിരിക്കും. സോ ഡു യു ഹാവ് എനിത്തിങ് ടു സേ? So, I want to say one thing. In Germany, everything is pünktlich, point to point, except German trains. So, but our train is there. We're going to take the train. ഷ്വറിൻ മിറ്റ എന്ന് പറയുന്ന സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഏകദേശം 2 കിലോമീറ്ററാണ് നമുക്ക് കാസിലേക്ക് നടക്കാനുള്ള ഒരു ദൂരം എന്ന് പറയുന്നത്. ഇന്ന് പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഈ ഒരു കാസിൽ കാണാൻ വേണ്ടിയിട്ട്. വളരെ കൂളായിട്ടുള്ളൊരു ട്രെയിൻ ഞാൻ ഇവിടെ വെച്ച് കണ്ടിരുന്നു. ഇവിടെ നിന്ന് കാസിലേക്ക് പോകുന്ന ഈ ഒരു റൂട്ട് ഭയങ്കര അടിപൊളിയാണ്. പ്രോപ്പറായിട്ട് ഐറ്റിനറിയൊക്കെ ഫോളോ ചെയ്ത് യൂറോപ്പിൽ നിന്ന് അല്ലെങ്കിൽ ജർമ്മനിയിൽ നിന്ന് എവിടെ നിന്ന് വരുന്ന ആൾക്കാരായി കഴിഞ്ഞാലും ഒറ്റ ഒരു ദിവസം കൊണ്ട് കണ്ടു തീർത്ത് പോകുന്ന ഒരു കാസിൽ തന്നെയാണിത്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു ആർക്കിടെക്ചർ എൻവയോൺമെൻറ്റ് തന്നെയാണ്. നിങ്ങൾ ശരിക്കും ഒരു ആർക്കിടെക്ചർ എന്തൂസിയസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ശരിക്കും വർത്ത് തന്നെയാണ്. ഷെവറിൻ ഗ്യാസിനകത്ത് എത്തിയിരിക്കുകയാണ്.
ഇവിടെ നമ്മൾ അകത്തേക്ക് കയറാനായിട്ട് എനിക്ക് തോന്നുന്നു പാസ് ഉണ്ടെന്ന് തോന്നുന്നു, എന്താണെന്നറിയില്ല, അന്വേഷിച്ചൊക്കെ എന്തായാലും. കാരണം കൂടെ ഉള്ളവരൊക്കെ ഒന്ന് കയറിപ്പോയിട്ടുണ്ട്. സോ നമുക്ക് അകത്തേക്ക് പോകാം. What's written in that? Yeah, there. So this is the guy name, Pilger. So he's the one who invented the Pilger beer. And yeah. So like to drink beer, and this guy is like the Pilger who invented Pilger beer. This guy invented this beer. Oh man. പുരാതന കാലത്തുള്ള ഒരു ഫോമാണ്. ആ ഒരു ആർക്കിടെക്ചർ ഇപ്പോഴും അവർ പ്രിസർവ് ചെയ്ത് വെച്ചേക്കാണ്, അതിനെ വെൽ മെയിൻറ്റെയിൻ ചെയ്ത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ചെറിയൊരു മ്യൂസിയം, വൈക്കിംഗ് മ്യൂസിയം എന്നൊക്കെ ആണെങ്കിൽ പറയാം, അത്രയേ ഉള്ളൂ. സോ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാനുള്ള പെർമിഷൻ ഇപ്പോൾ നൽകില്ല, കാരണം സമയം ഏകദേശം 5 മണി. ഇവിടെ ക്ലോസിംഗ് ടൈം ആയിട്ടുണ്ട്, ഞങ്ങൾ എത്തിയത് കുറച്ച് ലേറ്റ് ആയി പോയുണ്ട്. കാസിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗാർഡൻ നമുക്ക് തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് ചേർന്ന് തന്നെയാണ് ഷൊരൻ ലേക്ക് ഉള്ളത്. അവിടെ ഇഷ്ടംപോലെ ബോട്ട്സും സർവീസ് നടത്തുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കാസ്റ്റൽ പോലെ തന്നെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവരിവിടെ ഗാർഡൻ പ്രിസർവ് ചെയ്ത് വെച്ചേക്കുന്നത്. ഈ ഒരു കാസ്റ്റൽ കാണാൻ ആരെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈവനിങ് ടൈം തന്നെ വരണം എന്നാണ് ഞാൻ പ്രിഫർ ചെയ്യുള്ളത്. കാരണം ഈ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഈ ഒരു ഗാർഡൻ തരുന്ന ഈ ഒരു ആംബിയൻസും നമ്മുടെ ലേക്കും സൺസെറ്റും എല്ലാം കൂടി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മസ്റ്റ് വാല്യുബിൾ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്ന ഉറപ്പുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഗാർഡനും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ നേരെ കയറി വരുന്നത് ഇങ്ങനെ റോക്ക് വെച്ച് ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിലേക്കാണ്. ഇവിടെ നിന്ന് നേരെ ലേക്കിലേക്കുള്ള ഈ ഒരു വ്യൂ ഭയങ്കര ബ്യൂട്ടിഫുൾ തന്നെയായിരുന്നു ഈ ഒരു ടൈമിൽ. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാസലിൻ്റെ ബാക്ക് സൈഡാണ്. ഈ ബാക്ക് സൈഡിനകത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു സർക്കിൾ റൗണ്ടഡ് ആയിട്ട് ഒരു ഗാർഡൻ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് നേരിട്ട് കാണാനായിട്ട്. സമ്മറിൽ വരുന്ന ആളുകൾക്കൊക്കെ ഇത് എന്തായാലും മസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ ഒരു കഫേയും നമുക്ക് കാണാം. അങ്ങനെ ഗാർഡനൊക്കെ കണ്ട് പുറത്തേക്ക് വരുമ്പോൾ ഈ ഒരു വശത്തായിട്ട് നമ്മുടെ കാസലിൻ്റെ 1942 തുടങ്ങി ഓരോ ഇയറിനകത്തുള്ള പ്രോഗ്രസ്, ഹിസ്റ്റോറിക്കൽ മൊമെൻറ്റ്സ് എല്ലാം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നീട് 2024 ഡൽഹിയിൽ വെച്ച് നടന്ന യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി ആയിരുന്നു ഈ ഒരു ഷൊരൻ കാസലിനെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് അനൗൺസ് ചെയ്തത്.